ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ടോണി ഫ്രം ടോണി ബ്ലാസ്റ്റേഴ്സ്. പിന്നെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വിഷയം തന്നെയാണ്. എന്നാന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എന്തായാലും പറയാൻ പോകുന്നത് ഒരു സങ്കട വാർത്തയും ഒരു സന്തോഷ വാർത്തയും കൂടെയാണ്. എന്നാന്ന് വെച്ചാൽ സങ്കട വാർത്തയിൽ നമുക്ക് ആദ്യം തുടങ്ങാം. എന്നാന്ന് സന്തോഷ വാർത്ത ക്ലൈമാക്സ് ആയിട്ട് ഇരിക്കേണ്ടതാണല്ലോ. ഈ സങ്കടവാർത്ത ആദ്യമായിട്ട് തുടങ്ങാം. സങ്കടവാർത്ത എന്ന് വെച്ചാൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ കളിയായിരുന്നു. അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു തോൽവി കളിയായിരുന്നു. 1-3 ബ്ലാസ്റ്റേഴ്സ് തോറ്റു. നമ്മുടെ സൈഡിന് വേണ്ടി നമ്മുടെ ഗാരി ഹൂപ്പർ ഫസ്റ്റ് ഗോൾ തന്നെ അടിച്ചു. ഒരു ഗോള് ഗാരി ഹൂപ്പർ തന്നെ അടിച്ചു. പക്ഷെ കുഴപ്പമില്ല. നമുക്ക് അവരുടെ ടീം മൊത്തം സെറ്റായിരുന്നു. ബിക്കോസ് അവരുടെ ടീമിൻ്റെ ഒക്കെ ക്വാറന്റൈൻ കഴിഞ്ഞു. നമ്മുടെ ടീമിൻ്റെ പകുതി ആൾക്കാരെ വന്നിട്ടുള്ളൂ. ഇനി പൂരം തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഇത് ജസ്റ്റ് പ്രീ സീസൺ കളി. ഇത് കോച്ചിനെ അറിയാൻ വേണ്ടി ഇവരുടെയൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയാണ് ഈ പ്രീ സീസൺ കളി വെച്ചത് തന്നെ. അപ്പോൾ ഈ കളി ഇങ്ങനെ ഞാനൊരു ടൈലാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു തോൽവിയായിട്ടാണ് ഇരുന്നത്. പക്ഷെ കുഴപ്പമില്ല, പ്രീ സീസൺ കളിയല്ലേ. പ്രീ സീസൺ കളി നമ്മൾ 2 കളി ഇപ്പം ഒഡീഷ FC ആയിട്ട് ഹൈദരാബാദ് FC ആയിട്ട് ജയിച്ചായിരുന്നു. ഒഡീഷ FC ആയിട്ട് നമ്മൾ മുംബൈ സിറ്റി FC ആയിട്ട് നമ്മൾ ടൈ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ആകെ നമ്മുടെ ലൈനപ്പിൽ കോസ്താനോപ്പൻസും വിൻസെൻ്റ് ഗോമസും ഗാരി ഹൂപ്പറും സിഡോഞ്ചെ മാത്രമാണ് ആ കളിയിൽ ഇറങ്ങിയത്. ഇവരും കൂടെ നമ്മൾ ശ്രമിച്ചാൽ മതിയോ? ബാക്കി കളിക്കാരും കൂടെ ശ്രമിക്കണം. പക്ഷേ ലീവ് ഇറ്റ്. ആരാരും സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു പ്രീ സീസൺ കളിയാണ്. ഇനി കളി തുടങ്ങാൻ പോകുന്നുള്ളൂ. ഇനി 9 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ഇനി ISL തുടങ്ങാൻ. അപ്പം ISL തുടങ്ങുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും കളിയെന്നൊക്കെ. ഇന്നലെ IPL ഫൈനലായിരുന്നു. മുംബൈ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ചു. പിന്നെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഹാപ്പി ന്യൂസാണ്. ഹാപ്പി ന്യൂസ് എന്ന് വെച്ചാൽ ഇന്ന് ബക്കാരി കോൺ കളിക്കളത്തിൽ ഇറങ്ങി എന്നിട്ട് കളിക്കാൻ തുടങ്ങി. ഇനി അടുത്ത പ്രീ സീസൺ കളി ജംഷഡ്പൂർ FC ആയിട്ടാണ്. അത് 16th-നോ 14th-നോ നടക്കുമെന്നാണ് മാർക്കസ് മോർഗലോ പറഞ്ഞ് നമ്മളെ അറിയിച്ചത്. എന്തായാലും ബക്കാരിക്കോൺ വന്നുകൊണ്ടൊരു മാറ്റം ഉണ്ടാകുന്നൊരു വിശ്വാസമുണ്ട് നമുക്ക്. അതാണ് ഒരു സന്തോഷം ന്യൂസ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഫക്കുണ്ടോ പെരേരയും ജോർദാൻ മൊറയും വരും. ആ ദിവസങ്ങൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നടുക്കൊരു ബെൽ ബട്ടൺ അമർത്തുക. എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. താങ്ക് യു വെരി മച്ച്. ബൈ.